എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ തന്നെ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് പെയിൻറ്റ് കൊണ്ട് നമ്മളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് ക്യാൻവാസൊന്നുമല്ല, ഇതൊരു കേക്കിൻ്റെ ബേസാണ്. അപ്പോൾ വൈറ്റ് ബേസായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതിലാണ് ഞാൻ ചെയ്യുന്നത്. പെയിൻറ്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാർഡിൽ കൊടുക്കാം. കാർഡ് എന്ന് പറഞ്ഞാൽ ഈ മേലെ ഇങ്ങനെ ഒരു, ഇപ്പം ഞാൻ പറയുമ്പോൾ തന്നെ മേലെ ഇങ്ങനെ ഒരു ഹൈലൈറ്റ് വരും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വീഡിയോ, അതായത് പെയിൻറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ കാണാൻ പറ്റും. അപ്പം ഈ പെയിൻറ്റ് ഉണ്ടാക്കുന്ന വീഡിയോയിൽ നിങ്ങൾക്ക് കാണും ഈ ഒരു പാലറ്റ് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അന്ന് ചെയ്ത ആ വീഡിയോയുടെ അന്ന് തന്നെ ചെയ്ത പെയിൻറ്റിംഗ് ആണ് ഇത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് കുട്ടികൾക്ക് വരെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ എല്ലാ കളേഴ്സിനും കുറേ കളേഴ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഹോം മെയ്ഡ് പെയിൻറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും പലർക്കും ഉള്ള ഡൗട്ടാണ്, നമുക്കത് ബോട്ടിലിൽ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ക്യാൻവാസിൽ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഉള്ള ഡൗട്ട് മിക്കപ്പോഴും വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു സംശയം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു പെയിൻറ്റിങ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ക്യാൻവാസ് ബേസ് സിമിലർ ടു ക്യാൻവാസ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് തന്നെ എടുത്തത്. കേക്ക് ബോർഡാണ്, പക്ഷെ നമ്മുടെ സാധാരണ നാട്ടിൽ കാണുന്ന അങ്ങനത്തെ റൗണ്ടായിട്ടുള്ളതല്ല. ഇത് ഇവിടെയുള്ള കുറച്ച് കട്ടിയുള്ളതാണ്. ഞാൻ ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഒരു ടെക്സ്ചേർഡ് ആയിട്ടുള്ള ഒരു ബോർഡാണ്. നിങ്ങൾക്ക് കാണാം എത്രത്തോളം ഇത് ബ്രൈറ്റാണ് ക്യാൻവാസിൽ എന്നുള്ളത്. അപ്പോൾ ഞാൻ ഓരോ കളേഴ്സ് ഇതുപോലെ ഇങ്ങനെ ഡോട്ടും സ്ക്വയറും ഒക്കെ ആയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം. ഫൈനൽ ലുക്ക് കാണുമ്പം അത്രയും ഭംഗിയുണ്ട്. പെയിൻറ്റിങ് അറിയാത്തവർ പോലും എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ കളേഴ്സിൽ ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രൗണാണ് ഞാൻ യൂസ് ചെയ്യാഞ്ഞത്. അത് ഇതിന് ഭംഗി ഉണ്ടാവില്ല എന്നുള്ളതുകൊണ്ട് മാത്രം യൂസ് ചെയ്യാഞ്ഞതാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ പിഗ്മെൻ്റൊക്കെ എത്രത്തോളം ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ഇനി നമുക്കിതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഒരു ബ്ലാക്ക് മാർക്കർ അല്ലെങ്കിൽ എന്താ പറയുക, സ്കെച്ച് പെൻ ആയാലും മതി. അപ്പോൾ ഒരു ബ്ലാക്ക് ഇത് വേണമെന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, പക്ഷേ പെന്നോ അങ്ങനത്തെ എന്തെങ്കിലും ആണ് കുറച്ചും കൂടി പെർഫെക്ഷൻ ഉണ്ടാവുക. ഇനി നമ്മൾ പെന്നെടുത്തിട്ട് അതായത് പോലെ ഇങ്ങനെ ലീഫ് വരച്ച് കൊടുക്കുക. അപ്പോൾ ലീഫ് വരയ്ക്കാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇതുപോലെ ഇങ്ങനെ ലീവ്സാണ് ഞാൻ വരച്ച് കൊടുക്കുന്നത് ബ്ലാക്ക് വെച്ചിട്ട്. ഇനി ലീഫിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതുപോലെ 2 റൗണ്ടും കൂടെ വരച്ച് കൊടുക്കാം. ജസ്റ്റ് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ ആ റൗണ്ട് വരച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു ബ്ലാക്കിനെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അതായത് ആ റൗണ്ടിൻ്റെ ഉള്ളിൽ കളർ ചെയ്യാതെ ബാക്കി മൊത്തമായിട്ട് ബ്ലാക്ക് ഫില്ല് ചെയ്യാം. ഞാനിപ്പോൾ സാധാരണ ഒരു സ്കെച്ച് പെന്നാണ് എടുത്തിരിക്കുന്നത്.
അപ്പോൾ ലീവ്സും ഒക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു എന്താ പറയുക കുറച്ചും കൂടെ ഒന്ന് ലുക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലത്തെ ഇങ്ങനെ ഒരു എന്താ പറയുക സ്ക്വയറിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഒരു ലൈന് പോലെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതും എല്ലാം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെയ്താൽ മതി, ഒരു പെർഫെക്ഷനും വേണ്ട, തോന്നിയെടുത്ത് വരയ്ക്കാം. ഓക്കെ, നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഞാൻ പറഞ്ഞ പോലെ കേക്ക് ബോർഡിൻ്റെ ടെക്സ്ചർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഇങ്ങനെയുള്ള ഒരു ബോർഡാണ്, പക്ഷെ നമുക്കത് എടുത്ത് കാണാനൊന്നുമില്ല. പിന്നെ ഈ കളേഴ്സൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടാവും എത്രത്തോളം ബ്രൈറ്റ് ആണെന്നുള്ളത്. അപ്പോൾ ആ ഒരു പെയിൻറ്റിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ പെയിൻ്റൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കാണുക. കാരണം അതിൽ ഓൾമോസ്റ്റ് ഒരു 10 ഐഡിയാസ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഐഡിയ വെച്ചിട്ട് നിങ്ങൾക്ക് പെയിൻറ്റ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പം അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടൻറ്റൊക്കെയാണ് നമ്മൾ ഇടുന്നത്. ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.